നന്നായിട്ടുണ്ടല്ലേ? പക്ഷെ അത് ഞാനല്ല പാടിയേ. എന്നോടൊപ്പം വിസിലിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടുകാരൻ നമ്മളോടൊപ്പം ഉണ്ട്, ബിനു ദേവരാഗം. ചേട്ടാ സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുക. ഏത് ഹിന്ദി പാട്ടാ? താരാട്ട് പാട്ടുകൾ ട്രൈ ചെയ്യാറുണ്ടോ? ചേട്ടൻ വിസിൽ ചെയ്തുകൊണ്ട് ഒരുപാട് പാട്ടുകൾ പാടുന്നറിയാം. അതിൽ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പറ്റുന്ന ഒരു സാമ്പിൾ വെടിക്കട്ടെ, ഒരു അടിപൊളി പെർഫോമൻസോടുകൂടി നമുക്കിത് തുടങ്ങാം. ആരോ വിരൽ മീട്ടി എന്നുള്ള പാട്ടിൻ്റെ അനുപല്ലവി ആയിട്ട് തുടങ്ങാം നമുക്ക്. ഓക്കെ, ശരി. ഞാൻ ചേട്ടനിൽ ശ്രദ്ധിച്ചൊരു കാര്യം, ചേട്ടൻ ചിരിച്ചുകൊണ്ട് വിസിൽ ചെയ്യുന്നുണ്ട്. സാധാരണ കുറച്ച് ഊ എന്ന് പറയുന്നത് ചേട്ടൻ ചിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത് വിസിലിങ്. അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തെടുത്തേ? ചെറുപ്പത്തിലെ മുതൽ തന്നെ ഞാനിങ്ങനെ പാടുമായിരുന്നു ഇങ്ങനെ. ശരി. അപ്പോൾ അതിങ്ങനെ ചിരിച്ചും കൊണ്ട് തന്നെ പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ പാടി പാടി ഇപ്പം അങ്ങനെ പാടുന്നുണ്ട്. എങ്ങനെ ഇത് ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ളത്? അത് ഇങ്ങനെ അച്ഛനിങ്ങനെ വീട്ടിൽ പാടുമായിരുന്നു. അപ്പോൾ പാടുമ്പോൾ ഞാനത് കേട്ടിട്ട് വിസിലടിച്ച് തന്നെ പാടും. അപ്പോൾ അതിങ്ങനെ പാടി 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 പിന്നെ അച്ഛന് വിസിലടിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാനത് വിസിലടിച്ച് തന്നെ ഇങ്ങനെ പാടും. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് പിന്നെ ഞാനത് ട്രൈ ചെയ്ത് കൂടുതലായിട്ട് ട്രൈ ചെയ്ത് പിന്നെ പഠിച്ചത് തന്നെ. അതിന് പേടിയായിരുന്നു, എനിക്ക് പിണങ്ങുമായിരുന്നു. ചേട്ടൻ മലയാളം അല്ലാതെ വേറെ ഏതൊക്കെ ലാംഗ്വേജസ് ട്രൈ ചെയ്തിട്ടുണ്ട്? തമിഴും മറ്റേ ഹിന്ദിയൊക്കെ പാടാറുണ്ട്, വിസിൽ ചെയ്യാറുണ്ട്. വിസിൽ ചെയ്യാറുണ്ട്. ശരി. ഏതാ ഒരു തമിഴ് പാട്ട്? തമിഴ് പാട്ട് പാടാറുണ്ട്. ചേട്ടാ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ് വിസിലിങ്? പ്രാക്ടീസ് ചെയ്യണത് ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസിൽ ഊതുമായിരുന്നു ഇങ്ങനെ പറഞ്ഞത്.
എന്നിട്ട് പിന്നെ ഊതിയിട്ട് പിന്നെ അത് ഞാനിങ്ങനെ ട്രാക്കിട്ട് പാടാൻ പറ്റൂല എന്നുള്ളത് ട്രാക്ക് ഇട്ടേച്ച് പിന്നെ വീട്ടിലിങ്ങനെ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ട്രാക്കിൻ്റെ ഒപ്പം പാടാൻ പറ്റുന്നുണ്ട്, വിസിലടിച്ച് പാടാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഓരോ പാട്ടുകൾ ട്രാക്കിൻ്റെ പാട്ടുകൾ ഇട്ടിട്ട് മറ്റേ വോക്കലല്ലാണ്ട് വിസിലടിച്ച് പാടി 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 പ്രാക്ടീസ് ചെയ്ത് അതിങ്ങനെ ഓക്കെ ആയിട്ട്. വോക്കലും പാടാറുണ്ടോ? വോക്കൽ പാടും. അത് ഞാൻ ഈ ഇപ്പം ഇറങ്ങിയേക്കണ കണ്ണോട് കണ്ണോട് കണ്ണെത്ത് വരുമ്പോൾ അതിനുള്ള വിസിലടിച്ചിട്ട് പിന്നെ അതിൻ്റെ അനുപല്ലവിയിൽ പാട്ടായിട്ട് പിന്നെ ഒരു 4 ലൈൻ പിന്നെ പാട്ടായിട്ടാണ് പാടണേ. ചേട്ടൻ്റെ വീട് എവിടെയാ? വീട് കിഴക്കുമ്പലം എന്ന് പറയും. കിഴക്കുമ്പലം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഊരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിൽ. എറണാകുളം ജില്ല. വീട്ടിൽ അമ്മയുണ്ട്, വൈഫ്, 2 മക്കള്. അത് ശരി. ആരാ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്നത് ചേട്ടൻ? പ്രോത്സാഹനം തരുന്ന അമ്മയും മക്കളും വൈഫൊക്കെ പ്രോത്സാഹനമുണ്ട്. പിന്നെ കൂട്ടുകാരന്മാരും ഉണ്ട്. നല്ല പ്രോത്സാഹനമല്ല എല്ലാവരും. പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തിപ്പോൾ എൻ്റെ സുഹൃത്ത് രത്നാകരൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം താമസം കുമ്പനോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പട്ടിമറ്റം എന്ന് പറയും. പട്ടിമറ്റത്ത് കുമ്പനോടുള്ള സ്ഥലത്താണ്. ചേട്ടൻ്റെ മക്കൾക്കൊക്കെ ഇതിലേക്ക് താല്പര്യമുണ്ടോ? മക്കൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ വിസിലിങ്ങിലേക്കില്ല, പാടും. മറ്റേ ഈ റാപ്പൊക്കെ ഇപ്പം അതാണുള്ള ട്രെൻഡ്. അപ്പോൾ അതിലേക്ക് ഒക്കെ പാടും അവർ. ചേട്ടൻ നേരത്തെ ഹിന്ദി പാട്ടുകളും പാടുന്നു, വിസിലിംഗ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഹിന്ദി പാട്ട് പാടാറുണ്ട്. ഒരു ഹിന്ദി പാട്ടും കൂടി നമുക്ക് വേണ്ടി ഒന്ന് വിസിൽ ചെയ്യും. ഹിന്ദി പാട്ട് പാടാലോ? ഏത് ഹിന്ദി പാട്ടാ? തുഛേ ദേഖാ തോയി ജാനാ സനം എന്നുള്ള പാട്ടിൻ്റെ. നോക്കാം. നമുക്ക് മറ്റേ കഹോന പ്യാർ ഹേല ഒരു പാട്ട് നോക്കാം. ഓക്കെ, നോക്കാം. വെരി നൈസ്. ചേട്ടൻ എന്താ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ? എവിടെ? ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുക. അത് ശരി. എവിടെയാ? അടുത്ത് തന്നെയാണ്? അടുത്ത് തന്നെ വീട്. പുക്കാട്ടുടിക്കുക എന്ന് പറഞ്ഞ സ്ഥലത്ത് പഠിക്കണം. അത് ശരി. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് മൂത്താള് +2 പഠിക്കണു, രണ്ടാമത്തോളം 9ാം ക്ലാസ്സിൽ പഠിക്കണം. അത് ശരി. വൈഫ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നു? വൈഫ് ഒരു കടയിൽ പോകുന്നുണ്ട്. ആ ശരി. ഓക്കെ. ചേട്ടൻ കുറേ നേരം ഞാൻ ശ്രദ്ധിക്കുന്നു. ഈ ചെണ്ട എവിടെയുണ്ട്? ചേട്ടൻ ചെണ്ടയും പ്രാക്ടീസ് ചെയ്യാറുണ്ട്? ചെണ്ട എനിക്കറിയാം. ചെണ്ടമേളം എനിക്കറിയാം. അച്ഛനായിട്ട് ചെണ്ടമേളം പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഒരു ഇതൊക്കെ മറ്റേ ടീമായിട്ടൊക്കെ അച്ഛനാണ് പഠിപ്പിച്ചു തന്നിരുന്നത്? അച്ഛനാണ്.
അപ്പോൾ അത് ചെണ്ടയിൽ അടിച്ചിട്ടേ ഇപ്പോൾ ചെണ്ടയിൽ നമ്മൾ ഈ മറ്റേ കലാഭവൻ കാട്ടിലെ മാനിൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയെന്നുള്ള ആ പാട്ട് ഞാൻ ഒന്ന് ട്രയൽ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഇതെങ്ങനെ ഇത് രണ്ടും കൂടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിരുന്നത്? ഇത് ഞാനിങ്ങനെ മറ്റേ ഫ്യൂഷൻ മറ്റേ ഇപ്പോൾ വയലിങ്ങിലും മറ്റേ ഓടക്കുള്ളിലൊക്കെയാണല്ലോ ചെയ്യണത്. അപ്പോൾ ഞങ്ങളുടെ ടീമായിട്ട് ഇപ്പോൾ ഫ്യൂഷൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു അതിങ്ങനെ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ വിസിലടിച്ചിട്ട് ഇങ്ങനെ താളടിച്ചിട്ട് പാടുവാണെങ്കിൽ കുറച്ചും കൂടി കണ്ടീഷൻ ആകുമെന്നോട് പറഞ്ഞു പുള്ളി. അപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അത് തന്നെ പിന്നെ എടുത്താണ്. താങ്ക് യു ചേട്ടാ. അതുപോലെ ഞാൻ കേട്ടു ചേട്ടൻ ഈ സിനിമയുടെ BGM ഹമ്മിങ് ചെയ്യാറുണ്ടെന്ന് കേട്ടു. പ്രത്യേകിച്ചും ഫേമസ് ആയിട്ടുള്ള 2 ഫിലിംസ്, ചിത്രവും അതുപോലെ തന്നെ വന്ദനത്തില് അല്ലേ? അതൊന്ന് നമുക്ക് കേട്ട് നോക്കിയാലോ? വിസിൽ ചെയ്യും അല്ലേ? അതും വിസിലിംഗ് തന്നെയാണ്. ശരി, നോക്കാം. വളരെ നന്നായിട്ടുണ്ട് ചേട്ടാ. നമുക്ക് മറ്റൊരു ഹമ്മിങ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ വെറൈറ്റീസും ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ? BGM ആയാലും ഫ്യൂഷൻ ആയാലും കുറച്ചൊക്കെ, എല്ലാം ഒന്നുമില്ല എന്നാലും കുറച്ച് പരിപാടികൾക്കൊക്കെ പോകാറുണ്ട്. പരിപാടി വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. കല്യാണ പരിപാടിയും പിന്നെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിട്ടൊക്കെ. ചേട്ടാ, നമുക്കപ്പം ഒരു തമിഴ് പാട്ടും കൂടി, നേരത്തെ
അത്രയും നല്ലൊരു തമിഴ് സോങ് ചേട്ടൻ ചെയ്തു തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഒരു തമിഴ് പാട്ടും കൂടി ഒന്ന് വിസിൽ ചെയ്ത് നോക്കാം. ഏതാ ചേട്ടൻ ഇനി ചെയ്യാൻ പോകുന്നത്? വസീകര എന്നുള്ള പാട്ടിൻ്റെ നോക്കാം. നന്നായിരുന്നു ചേട്ടൻ. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നാക്ക് മടക്കാതെ അല്ലേ പാടുന്നേ? നാക്ക് മടക്കാതെ വിസിൽ ചെയ്യുന്നുണ്ട്. വിസിലിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിൽ ഊതാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്പും ഉണ്ട്, ടീത്ത് വിസിലും ഉണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ടീത്ത് വിസിലാണ്. അപ്പം അതിൻ്റെ വ്യത്യാസം അതാണ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വേഴ്സ് പറഞ്ഞ് പാടാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. മറ്റേതിനേക്കാളും വേഴ്സ് കുറച്ചും കൂടി പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണയാണ് കേട്ടോ. ഇനി ഈ കുറച്ചുകൂടെ ന്യൂ ജനറേഷൻ പാട്ടുകളൊക്കെ ചേട്ടൻ ഏതാ ട്രൈ ചെയ്യുന്നത്? നമുക്ക് മറ്റേ തട്ടത്തിൻ മറയത്ത് എന്നുള്ള സിനിമയിലെ അനുരാഗത്തിൻ വേളയിൽ എന്നുള്ള പാട്ട്. അതും സൂപ്പറായിട്ടുണ്ട് ചേട്ടൻ. വേറെ ലാംഗ്വേജസിൽ ഇപ്പോൾ ഹിന്ദിയിൽ ഒരു സോങ് കൂടി ഒന്ന് എനിക്ക് പഠിത്തം. ആയിക്കോട്ടെ. നമുക്ക് പിന്നെ ഹവാ ഹവ എന്നുള്ള പാട്ട് ഫാസ്റ്റ് ട്രാക്ക് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം. ഫാസ്റ്റ് പാടാറുണ്ട്. ഇപ്പോൾ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഹവ ഹവ എന്നുള്ള പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോൾ. ശരി. ചേട്ടാ, ഈ വിസിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈവ് പെർഫോമൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ ലൈവിൽ പെർഫോം ചെയ്യുന്ന സമയത്ത്? ഇല്ല, മറ്റേ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ കളിയാക്കും. നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ വിസിലൊക്കെ ഊതിയൊക്കെ അങ്ങനെയൊക്കെ ചിലതായിട്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനെയല്ല, ടെക്നിക്കലി നമ്മൾ വിസിൽ ചെയ്യുന്നതിന് നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വോക്കൽ പാടുന്നേക്കാളും കൂടുതൽ സ്ട്രെയിൻ ചെയ്താൽ മറ്റേ ഊതണത്. എന്ന് വെച്ചാൽ ഊതി നമ്മളങ്ങോട്ട് വിടുക. മറ്റേന്ന് വെച്ചാൽ പാടുവാണല്ലോ നമ്മൾ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ സ്ട്രെയിൻ ചെയ്താണ് വിസിലടിക്കണത്. ഇപ്പം ഈ ബ്രീത്തിന്റെ കൺട്രോളിങ് നല്ല രീതിയിൽ തന്നെ എടുത്താൽ ചെയ്യണത്. ഇതിലേക്ക് ഇപ്പം ഈ വിസിലിങ്ങിലേക്ക് വരാൻ താല്പര്യമുള്ള ഇപ്പൊ കുറച്ചധികം പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ളവരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? അവർ ഇനിയും പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ടഫായിട്ടുള്ള പാട്ടുകൾ പാടി എടുക്കാം. പിന്നെ അതിനേക്കാൾ ഇപ്പം ടഫായിട്ടുള്ള പാട്ടുകൾ പെട്ടെന്ന് പാടാം. ഫാസ്റ്റായിട്ടുള്ള പാട്ടുകൾ പാടാൻ പറ്റും. പക്ഷേ ഈ സംഗതികളൊക്കെ ഉള്ള പാട്ടുകൾ അതേ ട്യൂണിൽ തന്നെ അതേ പെർഫോമൻസിൽ തന്നെ ഊതാനായിട്ടാണ് വലിയ പാടാ അത്. എന്താ വെച്ചാൽ ആ ട്യൂണിൽ തന്നെ ഇങ്ങനെ ഇപ്പം ഈ സംഗതികളൊക്കെ ഇപ്പം
ഇങ്ങനെ മറ്റേന്ന് വെച്ചാൽ ഈ ഒറ്റ ഇതിനകത്ത് അങ്ങോട്ട് ഊതിയാൽ മതി അത്. പക്ഷേ ഈ ഇങ്ങനെയുള്ള സംഗതികളുള്ള പാട്ട് എടുത്ത് പാടണം. എല്ലാ ഇപ്പം എന്നോട് അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ അതേ ഈ പെർഫെക്ഷൻ തന്നെ പാടാൻ ശ്രമിക്കണം. മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ള അതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാസ്റ്റ് പാട്ടുകൾ സരിഗമയൊക്കെ ഉള്ള പാട്ടുകളൊക്കെ ഒരുപാടി ഉണ്ട്, സംഗതികളൊക്കെ ഉള്ളത്. പക്ഷേ അതൊക്കെ നമുക്ക് ഈസി ആയിട്ടൊക്കെ പാടാം. ഇപ്പോൾ ഫാസ്റ്റായിട്ട് നല്ല പാട്ടുണ്ടല്ലോ, ഇപ്പം അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യണത് സംഗതികളുള്ള പാട്ടാണ്, ഈ നമുക്ക് ഫീലുള്ള പാട്ടുകൾ. അപ്പം അങ്ങനെയുള്ള പാട്ടുകളെ ഞാൻ കൂടുതൽ എടുക്കാറുള്ളൂ, ഫീലുള്ള പാട്ടുകൾ. ചേട്ടാ ഇപ്പം നമ്മൾ ഒത്തിരി ജോണറിനെ കുറിച്ച് സംസാരിച്ചു, അടിച്ചുപൊളി പാട്ട്, മെലഡി സോങ്സ്. താരാട്ട് പാട്ടുകൾ ട്രൈ ചെയ്യാറുണ്ടോ? താരാട്ട് പാട്ടിൽ ഇപ്പോൾ ഞാനിങ്ങനെ അല്ലീളം പൂ എന്നുള്ള പാട്ട് പാടാറുണ്ട്. അതൊന്ന് കേട്ട് നോക്കിയാലോ? ആയിക്കോട്ടെ, പാടാം. ചേട്ടാ അപ്പം ഈ ചെണ്ട ചേട്ടൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ കുട്ടികൾക്ക്? ചെണ്ടമേളം ഇപ്പം അച്ഛൻ മരിച്ചതിന് ശേഷം അത് ട്രൂപ്പൊക്കെ സ്റ്റോപ്പായിരുന്നു.
പിന്നെ അത് പിന്നെ ഞാൻ പിന്നെ കുറച്ച് ആയിട്ട് എടുത്ത് ഇപ്പോൾ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പിള്ളേർ പഠിപ്പിക്കുന്നുണ്ട്. എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഒരു 10-15 പിള്ളേരുണ്ട്. ശരി ചേട്ടാ, നമുക്കൊരു അടിച്ചുപൊളി പാട്ടും കൂടി ഒന്ന് കേട്ട് നോക്കാം. വിസ്ലിംഗ് ആയിക്കോട്ടെ. ചേട്ടാ, എല്ലാ പെർഫോമൻസും ഒന്നിനൊന്നും മികച്ചതായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം വളരെ സന്തോഷം ചേട്ടനെ കാണാൻ പറ്റിയതിൽ. ചേട്ടൻ ഇവിടെ വന്നതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും പെർഫോമൻസ് കാഴ്ചവെച്ചതിലും. ഇനി ഭാവിയിലും ചേട്ടൻ്റെ ഒത്തിരി പ്രോഗ്രാംസ് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും നന്ദി.